സന്ദീപ് വാര്യർ ഇപ്പോൾ പാണക്കാട്ട് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നലെയാണ് കോൺഗ്രസിൽ ചേർന്നത് സന്ദീപ് വാര്യർ. ഇപ്പോൾ അദ്ദേഹം പാണക്കാട്ടേക്ക് എത്തുന്നു. അവിടെ എത്തി ലീഗ് അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സമീർ, അങ്ങനെ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു, ഇപ്പോഴിതാ പാണക്കാട്ടും എത്തിയിരിക്കുന്നു. ലീഗ് നേതാക്കൾ സ്വീകരിക്കുന്ന വിവരങ്ങൾ. ഉന്മേഷ്, സന്ദീപ് വാര്യർ പാണക്കാട്ടേക്ക് എത്തിയിരിക്കുകയാണ്. പാണക്കാട് സാദിഖ് അലി തങ്ങളും മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് സന്ദീപ് വാര്യരെ പാണക്കാട് സ്വീകരിച്ചിരിക്കുന്നത്. MLA-മാരായ എൻ ഷംസുദ്ദീൻ, നജീബ് കാന്തപുരം, ഒപ്പം തന്നെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതോടൊപ്പം തന്നെ പാലക്കാട്ടെയും പെരിന്തൽമണ്ണയിലെയും ചത്തല്ലൂരിലെയും പ്രാദേശിക ലീഗ് കോൺഗ്രസ് നേതാക്കളും നിലവിൽ സന്ദീപ് വാര്യർക്കൊപ്പം എത്തിയിരിക്കുകയാണ്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് ഈ ഒരു വിഷ്വൽസിന് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പ്രവേശനം നേടുന്നത്. അതിന് പിന്നാലെ അടുത്ത ദിവസം തന്നെ പാണക്കാട്ടേക്ക് എത്തുന്നു. സ്വാഭാവികമായും രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. കാരണം സന്ദീപ് വാര്യരുടെ നിലപാടുകളൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന BJP-യുടെ ആശയങ്ങളുമെല്ലാം തന്നെ ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നുള്ള സമീപനമാണ് LDF-നും UDF-നും എല്ലാം തന്നെ എല്ലാ കാലത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിലേക്ക് വന്ന സമയത്ത് തന്നെ സ്വാഭാവികമായും ഇടതുപക്ഷം ഇതൊരു ആയുധമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ പാണക്കാടുള്ള സന്ദർശനം താൻ ന്യൂനപക്ഷ വിരുദ്ധനല്ല, അതെല്ലാം തന്നെ മാറ്റിവെച്ചിരിക്കുന്നു, അത്തരമൊരു സാധനം ഇല്ല എന്നുള്ള ഒരു പ്രതിരോധം തീർക്കുക ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏറെ ബഹുമാനിക്കുന്ന സമുദായം തന്നെ, മുസ്ലിം സമുദായം തന്നെ ഏറെ ബഹുമാനിക്കുന്ന പാണക്കാട് കുടുംബത്തിലേക്കുള്ള ഒരു വരവോട് കൂടി അത്തരം ഒരു രാഷ്ട്രീയ മാനം കൂടി ഇതിനുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും നിലവിൽ സന്ദീപ് വാര്യർ പാണക്കാട്ടേക്ക് എത്തിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ കൂടിക്കാഴ്ച അവസാനിക്കുകയും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഇരുവിഭാഗം നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കളും പിന്നെ സന്ദീപ് വാര്യറും ചേർന്ന് മാധ്യമങ്ങളെ കാണുമെന്നാണ് നിലവിൽ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു സ്വീകരണമാണ് നിലവിൽ പാണക്കാട് സന്ദീപ് വാര്യർക്ക് നൽകിയിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ വലിയ നേതാക്കൾ എല്ലാവരും തന്നെ സന്ദീപ് വാര്യരെ അനുഗമിക്കുന്നു. ഈ പാണക്കാടാണെങ്കിൽ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും എല്ലാവരും ചേർന്ന് സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ വലിയ പിന്തുണയുമായി പ്രാദേശിക ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ പാണക്കാട്ടേക്ക് നേരത്തെ തന്നെ എത്തി. ഒരു സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ പ്രവേശനവും ഒപ്പം തന്നെ പാണക്കാട് സന്ദർശനവും വലിയ ആയുധവും ഒപ്പം തന്നെ പ്രചാരണം നൽകുകയാണ് നിലവിൽ UDF-ന്റെ ലക്ഷ്യം. BJP-യിൽ നിന്നുള്ള ഒരു നേതാവിനെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ തങ്ങളാണ് BJP-യെ തകർക്കാനുള്ള അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നത് എന്നുള്ള ഒരു പ്രചാരണമാണ് നിലവിൽ UDF നടത്തുന്നത്. അതിന് ആയുധമാകും വിധമാണ് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ പ്രവേശനവും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതീവ രഹസ്യമായുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം ഏവരെയും ഞെട്ടിച്ചതാണെന്നുള്ളതും എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ മുസ്ലിം ലീഗും ഈ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ പൂർണ്ണ പിന്തുണയുമായി ഉണ്ട് എന്നുള്ള ഒരു സന്ദേശം കൂടി നൽകാനാണ് ലീഗും സന്ദീപ് വാര്യറും കോൺഗ്രസും ശ്രമിക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ചർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾ ഈ ലീഗ് നേതാക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ പൂർണ്ണ പിന്തുണ നൽകുകയും ആവശ്യപ്പെട്ടിരുന്നു. ആ സമയത്ത് ഈ BJP-യെ തകർക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ BJP-ക്ക് നഷ്ടമുണ്ടാകുന്ന ഏതൊരു കോൺഗ്രസിന്റെ നീക്കത്തിലും ലീഗിന്റെ പിന്തുണ ഉണ്ടാകുമെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ കോൺഗ്രസിന്റെ നേതാക്കളെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആശ്വാസം നിലവിൽ മുസ്ലിം ലീഗിനില്ല. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനത്തിനേറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി നൽകുന്നു. UDF കോൺഗ്രസിനൊപ്പം സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ പ്രവേശനത്തിൽ മുസ്ലിം ലീഗും കട്ടക്ക് തന്നെ കൂടെയുണ്ട് എന്നുള്ള സൂചന കൂടി നൽകുന്നതാണ് ഈ പാണക്കാട്ട് സന്ദർശനവും അതുമായി ബന്ധപ്പെട്ട് നൽകുന്ന സ്വീകരണവും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഏതായാലും സന്ദീപ് വാര്യർ ഈ സന്ദർശനത്തിന് ശേഷം നേരെ പാലക്കാട്ടേക്ക് തന്നെ തിരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി തന്നെ പങ്കെടുക്കും. ഇനി ഏറ്റവും ഉറ്റുനോക്കുന്നത് BJP-ക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളായിരിക്കും ഈ സന്ദീപ് വാര്യർ ഉന്നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം BJP-യുടെ സ്പോക്ക് പേഴ്സൺ ആയിരുന്നതുകൊണ്ട് തന്നെ ധാരാളം വിഷയങ്ങൾ അദ്ദേഹത്തിന് വളരെ കൃത്യമായി തന്നെ അറിയാവുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ കടുത്ത ഭാഷയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ സന്ദീപ് വാര്യർ ഉന്നയിച്ചിരുന്നു. ഇനി എന്തൊക്കെ കാര്യങ്ങൾ BJP പ്രധാനപ്പെട്ടതാണ്. സമീർ തുടരുക. ഇപ്പോൾ ദീപക് ധർമ്മടം കൂടി ചേരുന്നുണ്ട്. ദീപക്, BJP രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ അടക്കമുണ്ട്. കോൺഗ്രസിന്റെ വേദിയിലെത്തിയപ്പോൾ അതൊക്കെ തള്ളിപ്പറയുന്നത് നമ്മൾ ഇന്നലെ കേട്ടതാണ്. ഇപ്പോൾ ലീഗ് വേദിയിലേക്ക് കൂടി അദ്ദേഹം എത്തുന്നു. പാണക്കാട് തറവാട്ടിൽ ഇപ്പോൾ സന്ദീപ് വാര്യർ എത്തിയിരിക്കുന്നു. ദീപക്, ഉന്മേഷത്തിൽ രാഷ്ട്രീയമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF രാഷ്ട്രീയത്തിലേക്ക് ആര് പ്രവേശിച്ചാലും പാണക്കാട്ടേക്ക് പോവുക എന്നുള്ളത് ഒരു ആചാരമാണ്. അത് പതിറ്റാണ്ടുകളായി അങ്ങനെ തന്നെയാണ്. നമുക്കത് പലരുടെയും കാര്യത്തിൽ നമുക്ക് കാണാം. അതുപോലെ ഇടതുമുന്നണിയിലേക്ക് പോയി തിരിച്ചു വരുന്നവരാണെങ്കിലും അവരെല്ലാം തന്നെ പാണക്കാട് ശിഹാബ് തങ്ങൾ ഉള്ള സമയത്ത്, അത് കഴിഞ്ഞ് ഹൈദരലി തങ്ങളുള്ള സമയത്ത്, ഇപ്പോൾ സാദിഖ് അലി തങ്ങളുള്ള സമയത്ത്, ഇത് പണ്ട് പൂക്കോയ തങ്ങളുടെ കാലം മുതൽ തുടങ്ങിയതാണ്. പക്ഷേ സന്ദീപ് വാര്യരുടെ വരവിന് രാഷ്ട്രീയ മാനം വളരെ പ്രധാനപ്പെട്ട മറ്റു പല തലത്തിലാണ്. ഒന്ന്, RSSന്റെ ഗണവേഷധാരിയായ സ്വയം സേവകൻ, അതായത് അവരുടെ കേഡറാണ്
സന്ദീപ് വാര്യർ. ആ ഘട്ടങ്ങളിൽ വക്താവായി BJP-യിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹം നിരവധി വിഷയങ്ങളിൽ വളരെ കൃത്യമായി ലീഗ് നിലപാടിനെ, അല്ലെങ്കിൽ മുസ്ലിം സംഘടനാ നിലപാടിനെ, മുസ്ലിം ജമായത്ത് നിലപാടിനെ എല്ലാം നഖശികാന്തം എതിർത്ത ഒരാളാണ്. ഒരു പക്ഷേ RSSന്റെ തീവ്രമുഖം, അല്ലെങ്കിൽ BJP-യുടെ തീവ്രമുഖം പലപ്പോഴും ചാനൽ ചർച്ചകളിൽ പ്രകടിപ്പിച്ചിരുന്ന ആൾക്കാരിലുള്ള ഒരാളായിരുന്നു. മറ്റുള്ളവരെക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് B. ഗോപാലകൃഷ്ണനെയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളെയോ കമ്പയർ ചെയ്യുമ്പോൾ, വക്താക്കളെ കമ്പയർ ചെയ്യുമ്പോൾ അതിലപ്പുറത്തേക്ക് കടത്തി പറഞ്ഞിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. ആ രാഷ്ട്രീയ നേതാവ് BJP പാളയം വിട്ട് കോൺഗ്രസിലെത്തുമ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ മതേതര മുഖം എങ്ങനെ കാത്തു സൂക്ഷിക്കും, എങ്ങനെ പ്രകടിപ്പിക്കും? ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിലൊരു പൊളിറ്റിക്കൽ ബാറ്റലില് സന്ദീപ് വാര്യർ ഒന്ന് മാറാനുണ്ട്. ആ മാറ്റം പ്രകടമാക്കാനുള്ള യാത്ര കൂടി ആയിരിക്കും പാണക്കാട്ടേക്കുള്ള യാത്ര. പാണക്കാട് പോകുന്നതിന് സന്ദീപ് വാര്യർ പോകുമ്പോൾ അതിന്റെ രാഷ്ട്രീയ മാനം പൊളിറ്റിക്കൽ മാത്രമല്ല, അത് കമ്മ്യൂണൽ കൂടിയാണ്. അതായത് മതപരമായ വിഷയത്തിൽ, മതവർഗീയമായ വിഷയങ്ങളിലെല്ലാം എടുത്ത പഴയ നിലപാടുകളെ തിരുത്തി പറയാൻ പോകുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ യാത്ര എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഉന്മേഷ്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. സമീർ ഇപ്പോൾ തുടരുന്നുണ്ട്. സമീർ, ഈ ലീഗ് നേതാക്കൾക്കൊപ്പം സംസാരിക്കും അദ്ദേഹം മാധ്യമങ്ങളോട്. സമീർ. ഉന്മേഷ്, സാധാരണഗതിയിൽ പാണക്കാട്ടേക്ക് ആര് വന്നു കഴിഞ്ഞാലും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണാറാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്. അപൂർവമായി മാത്രമേ ഇരുവിഭാഗവും അല്ലെങ്കിൽ സന്ദർശിക്കുന്നവരും പാണക്കാട്ടെ നേതാക്കളും മാറി മാറി മാധ്യമങ്ങളെ കാണാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായും ഒരുമിച്ച് തന്നെ ഇരുവിഭാഗം നേതാക്കളും മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളെ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം മാധ്യമങ്ങളെ ആ ഭാഗത്തു നിന്നും പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. രഹസ്യമായ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ പാണക്കാട്ടെ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഷംസുദ്ദീൻ MLA, നജീബ് കാന്തപുരം MLA-മാരെ ഉൾപ്പെടെയുള്ളവർ ഈ കൂടിക്കാഴ്ചയിൽ ഭാഗമാകുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ച പൂർത്തിയാവുകയും നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അല്പസമയം മുന്നെയാണ് സന്ദീപ് വാര്യർ ഈ പാണക്കാട്ടേക്ക് എത്തുന്നത്. UDF ശരി സമീർ, ഏതായാലും ലീഗ് നേതാക്കൾക്കൊപ്പം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.